കഴിഞ്ഞ ഗവൺമെന്റ് ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിന്റെ ആദ്യത്തെ ഒന്നാമത്തെ യോഗം മന്ത്രിസഭാ യോഗം. ആ മന്ത്രിസഭാ യോഗത്തിൽ പിണറായി പറഞ്ഞു, നമുക്ക് ഇന്നൊരു അജണ്ട കൈകാര്യം ചെയ്യണം. എന്താണ് അജണ്ട? ഇന്ത്യയിൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനാവുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. നമുക്ക് അതിദാരിദ്ര്യം ഒരു 4 വർഷം കൊണ്ട് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന സമൂലമായ വ്യതിരിക്തമായ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലും നടപ്പിലാക്കാനാവാത്ത ഒരു കാര്യം നമുക്കിവിടെ നിർവഹിക്കണം. അങ്ങനെ തീരുമാനിക്കപ്പെട്ടതാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ആദ്യത്തെ സർവേ. വളരെ പെട്ടെന്ന്, വളരെ ചുരുക്കം ദിവസം കൊണ്ട് ആ സർവേ പൂർത്തിയാക്കി. കൃത്യമായി നമ്പർ കിട്ടി. 64,006 കുടുംബം, 1,03,033 അംഗങ്ങൾ. അവർക്ക് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പരിപാടി ആസൂത്രണം ചെയ്തു. കഴിഞ്ഞ നവംബർ 1-ാം തീയതി ഈ കേരളപ്പിറവി ദിനത്തിൽ വളരെ വ്യക്തതയോടുകൂടി 2ാം പിണറായി ഗവൺമെന്റിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗ തീരുമാനമനുസരിച്ച് ഈ 64,006 കുടുംബത്തെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി. ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുന്ന ഈ 64,006 കുടുംബത്തിന്റെ ചിത്രം ഞാൻ ഇവിടെ വിശദീകരിച്ചത് ഇന്ത്യയിൽ എന്നല്ല, ലോകത്തെവിടെയും മുതലാളിത്ത സമൂഹത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനായിട്ടില്ല. അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ ഭൂമുഖത്ത്, അത് ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ പിന്നെ ഈ കേരളമാണ്. കേരളം ഒരു രാജ്യം എന്ന് പറയാൻ പറ്റില്ല, ഈ കേരളമാണ്. ഇത് അതിദാരിദ്ര്യം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഇനി ദാരിദ്ര്യവും നമുക്ക് അവസാനിപ്പിക്കാനാവണം. കേരളം അങ്ങനെയാണ് മാറുക, ദാരിദ്ര്യമില്ലാത്ത നാട്.